ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഇവിടെ 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മുല്ലമൊട്ടുകൾ വാരി വാനിൽ വിതറിക്കൊണ്ടുല്ലാസഭരിതരായാണെന്നും സന്ധ്യാശ്രീയും. വരികളിലെ മുല്ലമൊട്ടുകൾ എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ആകാശത്തെ, നക്ഷത്രങ്ങളെ, നിലാവിനെ, ചന്ദ്രനെ. എന്തിനെയാണ്? നക്ഷത്രങ്ങളെയാണ് ആൻസർ. പ്രകൃതിഭാവങ്ങളിൽ ചിലതു നമ്മിൽ സൗന്ദര്യ പ്രതീതി ഉളവാക്കുന്ന പര്യാപ്തമായി. പ്രകൃതിഭാവം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം എന്ത്? പ്രകൃതിയുടെ ഭാവം, പ്രകൃതിയാകുന്ന ഭാവം, പ്രകൃതിയോടുള്ള ഭാവം, പ്രകൃതിയും ഭാവവും. എന്താണ്? പ്രകൃതിയും ഭാവവുമാണ് അല്ലേ പ്രകൃതിഭാവം എന്ന് പറയുന്നത്. നിന്നഭാവത്തിലനുഭവിക്കുന്ന ഞാൻ അമ്മയെ പണ്ടു പിരിഞ്ഞതിൽ വേദന. വരികളുടെ ആശയത്തിന് യോജിക്കുന്ന പ്രസ്താവന ഏത്? പിണക്കങ്ങൾ അകൽച്ച സൃഷ്ടിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ അഭാവം വേദനയുണ്ടാക്കുന്നു. അമ്മയുടെ വേർപാട് വേദനിപ്പിക്കുന്നില്ല. മാതൃസ്നേഹം തിരിച്ചറിയാൻ സാധിച്ചില്ല. എന്താണ് ആൻസർ? പ്രിയപ്പെട്ടവരുടെ അഭാവം വേദനയുണ്ടാക്കുന്നു എന്നാണ് അതിൻ്റെ ആൻസർ. അടുത്തത് നോക്കാം. താഴെ കൊടുത്തവയിൽ ശരിയായ പിരിച്ചെഴുതിയത് ഏത്? ജനക്കൂട്ടം, കൈത്തണ്ട്, ചെവിയോർത്തു, തലയെടുപ്പ്. ഏതാണ് ചെവിയോർത്തു എന്നുള്ളതാണ്. ചെവി പ്ലസ് ഓർത്തു. അമ്മ നിത്യവും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മകനറിയാം, പക്ഷേ എന്തു ചെയ്യും? ബഷീറിൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്താണ്? നിസ്സഹായതയാണ് കേട്ടോ. 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് 6ാമത്തെ ക്വസ്റ്റ്യൻ? എത്രയോ ദമ്പതിമാർ തൻ മധുവിധു ചിത്രങ്ങൾ തൂകും തളങ്കിൽ ഭിത്തിന്മേൽ നാം അന്ന് നിഷ്കർഷ പാലിച്ചെടുത്തൊരാച്ഛായവും കിടപ്പുണ്ടൊരോർമ്മയായി അല്ലെ. നഗരത്തിലൊരു യക്ഷൻ. ഈ വരികളിൽ നൽകുന്ന ആശയസൂചനകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ വരികൾ തന്നെ വരില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊക്കെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട വരികളൊക്കെ മനസ്സിലാക്കി പോവാട്ടോ. 7th ക്വസ്റ്റ്യൻ. നീട്ടിപ്പിടിച്ച തൻ്റെ കയ്യിൽ ആരെയോ കൈത്തലം, പൂവിതളുകളുടേതുപോലെ മൃദുസ്പർശം അല്ലെ. കുപ്പിവളകൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് എടുത്താണ്. അടിവരയിട്ട പ്രയോഗത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. എന്താണ്? പൂവിതളുകളുടേതുപോലെ മൃദുസ്പർശം. അത്രയും മൃദുവായിട്ടാണ് അല്ലേ പൂവിതളുകളെ. അപ്പോൾ ആ ഒരു സ്പർശത്തെ വർണ്ണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്തത് എന്താണ്? അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കുക. അമ്മയുടെ എഴുത്തു വായിച്ചപ്പോൾ പഴയ ചില ഓർമ്മകൾ എന്നിലുണ്ടായി. എങ്ങനെ എഴുതാം? അമ്മയുടെ എഴുത്തു വായിച്ചു, ചില പഴയ ഓർമ്മകൾ എന്നിലുണ്ടായി. 2 വാക്യമായില്ലേ അത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത നോക്കാം. 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ്. എൻ്റെ പേരിലുള്ള നിലം വിറ്റ് പണമാക്കിയാൽ അതെനിക്ക് വലിയ ഉപകാരമാവും. അതിനെപ്പറ്റി ഏട്ടത്തിയോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലല്ലോ. അയാൾ ചിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കീറിപ്പൊളിഞ്ഞ കടലാസ്. സന്ദർഭങ്ങളിൽ തെളിയുന്ന ഗോപി എന്ന കഥാപാത്രത്തിൻ്റെ മനോഭാവം വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗങ്ങളുടെ കഥാപാത്രങ്ങളുടെ സവിശേഷതകളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓരോ ക്യാരക്ടറിൻ്റെയും സവിശേഷ ഗുണങ്ങളും അവരുടെ ലൈഫ് എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. വസന്തത്തിലൂടെ പുഞ്ചിരി തൂകുന്ന പ്രകൃതി ചിലപ്പോൾ നഖത്തിലും ദന്തത്തിലും രക്തം പുരണ്ട ഉഗ്രരൂപിണിയായും പ്രത്യക്ഷപ്പെടുന്നു. പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും. ഈ നിരീക്ഷണത്തിൽ തെളിയുന്ന പ്രകൃതിഭാവങ്ങളുടെ സവിശേഷതകൾ വിശദമാക്കുക അല്ലേ. പ്രകൃതിയുടെ വസന്തത്തിലൂടെ പുഞ്ചിരി തൂകുന്ന പ്രകൃതി ചിലപ്പോൾ നഖത്തിലും ദന്തത്തിലും രക്തം പുരണ്ട ഉഗ്രരൂപിണിയായി പ്രത്യക്ഷപ്പെടുന്നു അല്ലെ. പ്രകൃതിയുടെ ആ സൗന്ദര്യത്തെയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് അല്ലേ. വസന്തം എന്ന് പറഞ്ഞാൽ എന്ത് കാലമാണ്? ആ തണുപ്പുള്ള കാലം, പൂക്കളുടെ കാലമാണ്. അപ്പോൾ പ്രകൃതി പൂക്കളെ കൊണ്ട് വളരെ മനോഹരമായിട്ടിരിക്കും അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയെ മനോഹരമാക്കിക്കൊണ്ട് കുറേ സവിശേഷതകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറൊക്കെ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ. മേരിയും ലിസയും സേതുവും ഒക്കെ പറഞ്ഞു രസിക്കുന്നതൊന്നും തനിക്ക് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് തന്നെയാവും അവർ തന്നെ സംഭാഷണങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ തിടുക്കപ്പെട്ടത്. ഏതെങ്കിലും തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരാൾ മാത്രം. ദേവു ചേച്ചി, കുപ്പിവളകൾ അല്ലെ. ഇനി എന്താണ് ഈ 2 ഇതിൽ നിന്നും എന്താണ് ക്വസ്റ്റ്യൻ?
അപ്പോൾ ഇവിടെ കൂട്ടുകാരെ കുറിച്ചുള്ള കണ്ണമ്മയുടെ അഭിപ്രായങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്, താരതമ്യക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മേരിയും ലിസയും അല്ല ആ ഒരു പാഠഭാഗത്തിൻ്റെയും പിന്നെ കുപ്പിവളകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെയും ആ കഥാപാത്രങ്ങളെ എല്ലാ കഥാപാത്രങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല കുറിപ്പ് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അടുത്തത് നോക്കാം. പോയ മധുവിധു കാലത്തിനേക്കാളും ഇന്നു പ്രിയമുണ്ടെനിക്കു നിന്നോടേടോ, നഗരത്തിൽ ഒരു യക്ഷൻ. കവിയുടെ ഈ തിരിച്ചറിവിന് ഇടയാക്കിയ സാഹചര്യം ഏത്? കാവ്യഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നഗരത്തിൽ ഒരു യക്ഷൻ എന്ന് പറയുന്ന കാവ്യഭാഗം എടുത്തിട്ട് അതിലുള്ള കവി പറയുന്ന കാവ്യഭാഗം മനസ്സിലാക്കി വെക്കുക. അതുപോലെ പോയ മധുവിധു കാലത്തിനേക്കാളും ഇന്നു പ്രിയമുണ്ടെനിക്കു നിന്നോടിടോ എന്ന് പറയുന്നുണ്ട് അല്ലേ. കഴിഞ്ഞു പോയ കാലം, മധുവിധു കാലം, അതിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ നിന്നോട് എനിക്ക് ഉള്ളത് എന്നാണ് ആ കവിതയുടെ ആശയം. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കുക. എന്തിന് പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ളെന്തും ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു. സൗന്ദര്യലഹരി. കവിയുടെ ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എഴുതുക. എന്തിനാണ് പ്രകൃതിയിൽ സൗന്ദര്യമായുള്ളതെന്തും ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു. എന്താണ് കവി പറയുന്നത്? പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മധുരിപ്പിച്ചിടുന്ന കാര്യങ്ങളാണ് എന്നൊക്കെയാണ് കവിത ഈ വരികളിലൂടെ പറയുന്നത്. ഇത് വിശകലനം ചെയ്ത് നിങ്ങളുടെ ഭാഷയിൽ കുറച്ച് വിശകലനം ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ട് എൻ്റെ മാതാവ് പേടിച്ച് അമ്പരന്നു പോയി. എൻ്റെ മകനെ അമ്മ തുറന്ന വായയോടെ എന്നെ നോക്കി. എടാ, ഈ കാന്തി നമ്മളെ പഷ്ണി തീർക്കുവോ? മകനെ, ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. അമ്മ. ഈ സന്ദർഭങ്ങൾ ബഷീറിൻ്റെ അമ്മയെക്കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഈ ഓരോ പാഠഭാഗത്തും ഉമ്മയെക്കുറിച്ചുള്ള സൂചനകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കഥാപാത്രത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോ പാഠഭാഗത്തെയും കഥാപാത്രങ്ങളെയും മനസ്സിലാക്കിയിട്ട് ആ കഥാപാത്രത്തിൻ്റെ സന്ദർഭങ്ങളെ മനസ്സിലാക്കിയിട്ട് ഈ അമ്മയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സൗന്ദര്യവും തിളക്കവും പച്ച നിറവും ഒന്നും തനിക്ക് പിടിയുള്ള വാക്കുകളല്ലല്ലോ. കൈകൾ കുലുക്കി കുപ്പിവളയുടെ മന്ത്രനാദം കേൾക്കുന്ന തിരക്കിൽ അവൾ മറ്റെല്ലാം മറന്നുപോയി. കുപ്പിവളകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആണ്. കഥയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് കണ്ണമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കുക. ഇത് ഞാൻ പറഞ്ഞ പോലെ ഓരോ കഥാപാത്രത്തെയും മനസ്സിലാക്കുക, ഓരോ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, അവർ ജീവിച്ച സാഹചര്യങ്ങൾ, അവരുടെ സ്വഭാവ സവിശേഷതകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നന്നായിട്ട് വിശദീകരിച്ച് ഒരു പുറം കവിയാതെ എഴുതാം. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എന്നെ പ്രതീക്ഷിക്കുന്നത് പോലെ ഭാരതവും എന്നെ പ്രതീക്ഷിക്കുന്നില്ലേ? ഭാരതം നാളെ സ്വതന്ത്രമാവും. സ്വാതന്ത്ര്യ സമരത്തിൽ എനിക്കും പങ്കുവേണം അമ്മ. കഥയിലെ മറ്റു സന്ദർഭങ്ങളും നിങ്ങളുടെ നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി നാടിൻ്റെ പുരോഗതിയിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക അല്ലേ. നമ്മളെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നുള്ള ഭാരതത്തിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പാഠഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റു സന്ദർഭങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിരീക്ഷിച്ചിട്ട് നമുക്ക് ഈ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും അല്ലേ. നിങ്ങളൊക്കെ ഭാവി തലമുറകളാണ്. അപ്പോൾ ഭാവി തലമുറകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ കഥയിലെ മറ്റു സന്ദർഭങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസംഗം പോലെ ഒരു പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി അല്ലേ, നിങ്ങൾക്ക് ആ പാഠഭാഗത്തിലെ കണ്ടന്റ് മനസ്സിലാക്കി വെച്ച് പോയാൽ മതി. അടുത്തത്, തന്നിരിക്കുന്ന കവിതയിലെ ആശയം, ആസ്വാദനാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പ് എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കവിതയുടെ പേര്, കവിത എഴുതിയ ആൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയ കവിതയുടെ കണ്ടന്റ്, പിന്നെ നിങ്ങളുടെ വിഷൻ, നിങ്ങൾ എങ്ങനെയാണ് ആ കവിതയിലെ ആശയത്തെ നിങ്ങൾ കാണുന്നത്, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മനോഹരമായിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ മലയാളം എക്സാമാണ്, നന്നായിട്ട് സമയം കൺട്രോൾ ചെയ്തിട്ട് എഴുതുക.
കുറേ എഴുതിയാലേ നിങ്ങൾക്ക് മലയാളത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സമയം കൺട്രോൾ ചെയ്തിട്ടൊക്കെ ലിമിറ്റ് വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് എഴുതുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ ബൈ ബൈ. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും